നമ്മൾ കഴിഞ്ഞ ദിവസം മെട്രിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ഓപ്പറേഷൻസിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഓപ്പറേഷൻസിലെ കുറച്ച് വലിയ ടോപ്പിക്കാണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ അഡിഷന്റെ കേസിൽ പറഞ്ഞായിരുന്നു. അഡിഷന്റെ കേസിൽ പറഞ്ഞ എന്താണ്? രണ്ട് മെട്രിക്സ് തമ്മിൽ അഡിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ആർ ഇൻ ദി സെയിം ഓർഡർ. അവ എന്തായിരിക്കണം? സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അഡിഷൻ ചെയ്യാൻ പറ്റൂ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്, അല്ലെ? അപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് തമ്മിൽ അഡിഷൻ അല്ല മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എ ബി എന്ന മറ്റൊരു മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എ ബി എന്ന മറ്റൊരു മെട്രിക്സ് കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടുത്തെ ഓർഡർ തന്നെയാണ് പ്രധാനം. ഓർഡർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോ എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 3/2 മെട്രിക്സ് ആണെങ്കിൽ, എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ഒരു 3/2 ആണ്. ദെൻ ബി എ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്പർ ഓഫ് കോളംസ് ആയിരിക്കണം ഇതിന്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. അതായത് ഇവിടെ ഇനി എന്ത് വേണം? 4 5 2 3 ഏത് എന്താണ്? ഇപ്പൊ 4 വരെയാണ്. അതായത് ഇവിടത്തെ റോയും ഇവിടത്തെ കോളവും തമ്മിൽ റിലേഷൻ ഇല്ല. പകരം എന്താണ്? ആദ്യത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ ടു ദി എന്താണ്? നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് കോളം. അതായത് നമുക്ക് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പറയാം, ഫോർ എനി ടു സെറ്റ്സ് A of order m by n, എന്താണ്? ആ m by n എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൊണ്ട് മറ്റേതെങ്കിലും ഒരു മെട്രിക്സിനെ ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ they are in the order n by p, where p and m, m ഉം b യും എന്താവാം? ഏത് വേണമെങ്കിലും m n ഉം b യും ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആകാം. പക്ഷേ എന്തായിരിക്കണം? ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ ടു നമ്പർ ഓഫ് റോസ്. അതൊരിക്കലും മറന്നു പോകരുത്. ഓക്കെ, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള്. എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതിനും നമ്മുടെ അഡീഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ്. അഡീഷൻ എന്ത് ചെയ്തു? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ എന്ന് പറയുന്നത് a is equal to 3 2 1 4 5 6 ആണ്. നമുക്കറിയാം ഇതിന്റെ ഓർഡർ എഴുതുമ്പോ 1 2 3 റോ ഉണ്ട്, 1 2 2 കോളം ഉണ്ട്, അല്ലെ? ഇനി ബി എന്ന് പറയുന്ന സെറ്റ് എഴുതുമ്പോ, അല്ലെ, ബി എന്ന് പറയുന്ന സെറ്റിന്റെ പ്രത്യേകത എന്തായിരിക്കണം? എത്ര റോയെ പാടുള്ളൂ? 2 റോ മാത്രമേ പാടുള്ളൂ. ഇപ്പൊ 2 റോ മാത്രമേ പാടുള്ളൂ. ഞാൻ എഴുതുകയാണ് 2 3 6 5 4 7, അല്ലെ? ഇവിടെ എന്താണ്? 2/3, അല്ലെ? 3 തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. 4 5 ഇവിടെയും 3 തന്നെ ആവണമെന്നില്ല. 6 7 സംതിങ് എന്ത് വേണമെങ്കിലും ആകാം, അല്ലെ? എന്തായിരിക്കണം പ്രത്യേകത? ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആയിരിക്കണം, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കണം. അപ്പോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, അല്ലെ? ഒരു 3/4 മെട്രിക്സും ഒരു 4/5 മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? നോക്കേണ്ടത് എന്താണ്? ഇത്ര നോക്കിയാൽ മതി. സെയിം ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, സെയിം അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? ഒരു 3/4 ഒരു 4/5 ഇവിടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് എന്താണ്? മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/5. ഇത് രണ്ടിനെ നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി. ബാക്കി ആരാണ്? 3/5. ഇതിനെ നമുക്ക് ജനറലായിട്ട് പറയാം എന്താണ്? ഇഫ് m by n എന്ത് ചെയ്യുന്നു? n by p എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സ് എന്ത് ചെയ്യാം? നമുക്ക് എങ്ങനെ എഴുതാം? അത് m by p. നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്താണ്? എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? മാക്സിമം നോക്കി വേണം പോകാൻ. ഓക്കെ, നമുക്ക് നമ്മുടെ എന്താണ് പോർഷനിലേക്ക് തിരിച്ചു വരാം. അപ്പൊ രണ്ട് മെട്രിക്സ് ഉണ്ട്. എന്താണ്? 3/2 2/3, അല്ലെ? നമുക്ക് വേണ്ടത് ആരാണ്? എ ബി എന്ന് പറയുന്ന മെട്രിക്സ്, അല്ലെ? പ്രോഡക്റ്റ് ഓഫ് 2 മെട്രിക്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ആദ്യത്തെ റോ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിലെ ആദ്യത്തെ കോളത്തെ
മൾട്ടിപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 7 മോഡലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലെ. ആദ്യത്തെ റോയെ രണ്ടാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യ എലമെന്റ് ആയി എഴുതുന്നു. ആദ്യത്തെ റോയെ രണ്ടാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യ റോയായി എഴുതുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. 3 into 2 അല്ലെ, പ്ലസ് അവിടെയാണ് ചിന്തിക്കേണ്ടത് എന്താണ്, അഡിഷൻ. കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, അഡിഷൻ ചെയ്യണം. അപ്പൊ 3 into 2 രണ്ടാമത്തെ എലമെന്റും 2 into 5. ഇതാണ് നമ്മുടെ എന്ത് ആദ്യ എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വീണ്ടും ചെയ്യേണ്ടത് എത്ര കോളം ഉണ്ടോ അത്രയും കോളത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യ റോ ഉണ്ടോ എത്ര കോളം ഉണ്ടോ അത്രയും കോളത്തെ. ഇപ്പൊ ഒന്നാമത്തെ റോ ഉണ്ട്, ഒന്നാമത്തെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നാമത്തെ എലമെന്റ്. ഒന്നാമത്തെ റോയെ രണ്ടാമത്തെ കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടാമത്തെ എലമെന്റ്. മൂന്നാമത്തെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3, 4 ഉണ്ടെങ്കിൽ 4, 5 ഉണ്ടെങ്കിൽ 5. അങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയി എത്രയാണോ ഉള്ളത് അതുവരെ പോകും. ഓക്കെ, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ദെൻ എന്ത് ചെയ്യുന്നു, അടുത്തത് 3 into 3 പ്ലസ് 2 into 4 അല്ലെ. അപ്പൊ എന്തായി, രണ്ടാമത്തെ എലമെന്റ്. അപ്പൊ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ എന്താണ് സെറ്റിന്റെ കോളത്തിന്റെ എണ്ണവും റോയുടെ എണ്ണവും തുല്യമാണോ എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവുമല്ലോ അല്ലെ. കാര്യം എന്താണ്, ഇവിടെ 2 കോളമേ പാടുള്ളൂ. അപ്പൊ എത്ര എലമെന്റ്, ഒന്നാമത്തെ റോയില് 2 എലമെന്റേ ഉള്ളൂ. അതുകൊണ്ടാണ് എത്ര കോളമേ പാടുള്ളൂ അല്ല എത്ര റോയെ പാടുള്ളൂ എന്ന് പറയുന്നത് 2 റോ. അപ്പൊ 2 റോ വരുമ്പോ നമുക്ക് ഇവിടെയും കോളത്തിൽ എത്ര എലമെന്റ് കാണും, 2 എലമെന്റ് കാണത്തുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ എലമെന്റ് ഇതേ സെയിം റോ കൊണ്ട് എന്ത് ചെയ്യണം, മൂന്നാമത്തെ കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും, 3 into 6 പ്ലസ് എന്ത് ചെയ്യും, 2 into 7. അപ്പൊ എന്തായി, നമ്മളാ ഒന്നാമത്തെ റോ കംപ്ലീറ്റ് ആയി. ദെൻ അടുത്ത എന്താണ് ചെയ്യുന്നത്, രണ്ടാമത്തെ റോ ഉണ്ട് ഈ സെയിം പ്രൊസീജിയർ അല്ലെ. ഏത് മോഡലില്, നമ്മൾ 7 മോഡൽ എന്ന് പറഞ്ഞാൽ പഠിച്ചു ചെയ്യുക. 7 എന്ന് പറയുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണ്, 1 into 2 പ്ലസ് 4 into 5. അടുത്ത എന്തായിരിക്കും, 1 into 3 പ്ലസ് 4 into 4. അടുത്ത എന്താണ്, 1 into 6 പ്ലസ് എന്താ 4 into 7. അപ്പൊ എന്തായി, നമ്മളാ രണ്ടാമത്തെ റോയും കംപ്ലീറ്റ് ആയി. ദെൻ അടുത്ത എന്താണ്, മൂന്നാമത്തെ റോയിലേക്ക് പോവാണ്. 5 into 2 പ്ലസ് എന്താ 6 into 5. ഇവിടെ ആകുമ്പോഴോ 5 into 3 പ്ലസ് 5 into 4. 5 അല്ല, സോറി, 6 into 4. അടുത്ത ആകുമ്പോഴോ 5 into 6 പ്ലസ് 6 into 7. നമ്മുടെ എന്തായി, റിസൾട്ടന്റ് മെട്രിക്സ് കിട്ടി. ഈ റിസൾട്ടന്റ് മെട്രിക്സിന്റെ പ്രത്യേകത എന്തായിരിക്കും, ഏത് ഓർഡറിലായിരിക്കും. ഈ 2 ഉം 2 ഉം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബാക്കി ആരാണ്, 3/3 ഓർഡറിലാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് സാധാ പ്രോബ്ലം ചെയ്യുന്ന പോലെ എന്താണ്, 3 into 2 6 പ്ലസ് 10 അല്ലെ. അടുത്ത 9 പ്ലസ് 8. അടുത്ത 18 പ്ലസ് 14. അടുത്ത റോ എന്തായി മാറും, 1 into 2 2 പ്ലസ് 5 into 4 ആരാണ്, 20. അടുത്തത് 1 into 3 3 പ്ലസ് 16. അടുത്തത് 6 പ്ലസ് 28. അടുത്തത് വരുമ്പോ 10 പ്ലസ് 30. അടുത്തതാ 15 പ്ലസ് 24. അടുത്തതാ 30 പ്ലസ് 42. എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് എഴുതിയാൽ മതി. എന്ത് കിട്ടും, 10 പ്ലസ് 6 16 17 32. ഇവിടെ ആകുമ്പോഴോ 22 19 34. Here 40 39 and 72. We get an 3/3 matrix. വളരെ എന്താ ശ്രദ്ധാപൂർവം ചെയ്യുക. എന്താണ് ഒരു അഡിഷൻ, എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സസ്. വളരെ സിമ്പിൾ ആണ് സംഭവം, എന്നാൽ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്.
സിമ്പിളും ആണ് കോംപ്ലിക്കേറ്റഡും ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സെറ്റിലെ അല്ല മെട്രിക്സിലെ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് റോസ് അല്ല, നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് ഈസ് സെയിം. ദ റിസൾട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അങ്ങ് ഒഴിവാക്കുക. ബാക്കി ആര്? 3/3 ഓർഡർ. അപ്പൊ ഓർഡറിന്റെ കേസ് ശ്രദ്ധിച്ചോളുക. വളരെ സിമ്പിൾ ആണ്. മൾട്ടിപ്ലിക്കേഷൻ കേസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? ഒരു 7 എന്ന് പറയുന്ന മോഡൽ ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് റോ കൊണ്ട് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ മെട്രിക്സിലെ റോ കൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിനെ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. ആ മെത്തേഡ് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിലൂടെ നമുക്കൊന്ന് പോവാം. പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്? ആദ്യത്തത്, നമുക്കൊരിക്കലും കമ്മ്യൂട്ടേറ്റീവ് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? കമ്മ്യൂട്ടേറ്റീവിന്റെ കേസ് നമ്മൾ അഡിഷന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ കമ്മ്യൂട്ടേറ്റീവിന്റെ കേസ് പറഞ്ഞപ്പോ a + b = b + a ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ എന്ത് കണ്ടീഷൻ? ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും? ab = b ആയിരിക്കണം. a b = b ഒരിക്കലും സംഭവിക്കണമെന്നില്ല. കാരണം a b സംഭവിക്കണമെന്നുണ്ടെങ്കിൽ a 3/2 b എന്ന് പറയുന്നത് ആരും ആയിരിക്കും? 2/4 ആണെന്ന് കരുതുക അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2 ഉം 2 ഉം പോയി ബാക്കി ആര്? 3/4 ആയി മാറും അല്ലെ? നമ്മൾ നേരത്തെ കണ്ടതാണ്. അതേപോലെ ബി എയുടെ കേസ്, ബി എ എന്ത് തന്നെയാണ്? ബി 2/4 ഉം ആര്? ബി 2/4 ഉം എ എന്ന് പറയുന്നത് ആരാണ്? 3/2 ആണ്. ഒരിക്കലും എന്ത് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് പോലും എന്താവത്തില്ല? റെഡി ആകത്തില്ല. അല്ലെങ്കിൽ തന്നെ ഒരു പക്ഷേ ഓർഡർ ശരിയായാലും അതിനകത്ത് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും നമ്മൾ എന്താ എ ബി = ബി എന്ന് പറയുന്ന കിട്ടുന്ന രീതിയിൽ ആയിരിക്കത്തില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു 2 മെട്രിക്സുകൾ എടുത്തിട്ട് ഒന്ന് ചെയ്തു നോക്കിയാൽ, 2 സ്ക്വയർ മെട്രിക്സുകൾ എടുത്ത് ഒന്ന് ചെയ്തു നോക്കിയാൽ മതിയാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒഴിവാക്കുന്നു. പകരം ആരെ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇൻ ദി കേസ് ഓഫ് അഡിഷൻ നമ്മൾ പറഞ്ഞു a + b + c = a + b + c ആണെന്ന് പറഞ്ഞു അല്ലെ? അഡിഷന്റെ കേസിലാണ് ഇത് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷന്റെ കേസ് വരുമ്പോ എന്ത് ചെയ്യും? ഈ അഡിഷൻ എല്ലാം മാറി എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. എന്താണ്? ab × c = a × bc. ഇതാണ് എന്തെന്ന് പറയുന്നത് അസോസിയേറ്റീവ് ലോ അല്ലെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുന്നു? എയും ബിയും സിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് അല്ലെ? അപ്പോ എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ അതിന് എന്ത് ചെയ്യുന്നു? കിട്ടുന്ന റിസൾട്ടിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ? ആ കിട്ടുന്ന സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും എ എന്ന് പറയുന്ന മെട്രിക്സിനെ ബിയും സിയും തമ്മിൽ മൾട്ടിപ്ലൈ കിട്ടുന്ന റിസൾട്ടന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ രണ്ടും എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് എന്ത് ചെയ്യാം? നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് കൊണ്ട് ബി + സി എന്ന് പറയുന്ന ഒരാളെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തിന്? എ ബി + എ സിക്ക് ഈക്വൽ ആയിരിക്കും. എ ബി + എ സിക്ക് എന്താ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന a × b + c എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. പറഞ്ഞ് മനസ്സിലാവുമല്ലോ? ഇതാണ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയാണ്. അതാണ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ പ്രോപ്പർട്ടിക്കും ഓരോ എക്സാമ്പിൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക മീൻസ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ഇവിടെ എടുക്കുമ്പോൾ എയും ബിയും സിയും എടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുക? വളരെ സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് എടുത്ത് ഒന്ന് ചെയ്തു നോക്കുക. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐഡന്റിറ്റിയെ നമ്മൾ പരിചയപ്പെടുത്തായിരുന്നു അല്ലെ? നമ്മളൊരു ഐഡന്റിറ്റിയെ പരിചയപ്പെട്ടായിരുന്നു. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കുകയാണ്, ഒരു 3/3 സെറ്റ് എടുക്കുകയാണ്. ഈ 3/3 സെറ്റ് എടുക്കുമ്പോൾ ഇതിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡന്റിറ്റി സെറ്റ് ഒരു 3/3 സെറ്റ് തന്നെയായിരിക്കും. എന്തായിരിക്കും? 1 0 0 1 0 0 0 1. അതായത് എന്താ നമ്മൾ പറഞ്ഞത്? ഡയഗണൽ എലമെന്റ്സ് വിൽ ബി
അല്ലെങ്കിൽ diagonal elements are 1 and all other diagonal elements are 0 എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പോൾ ഇവിടുത്തെ എക്സിസ്റ്റൻസ് അഡിറ്റീവ് ഐഡന്റിറ്റി ഏതാണ്? a into i is equal to i into a is equal to i. അതായത് i ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലാ പറഞ്ഞതുപോലെ a into i is equal to i into a is equal to ആര് തന്നെ ആയിരിക്കും? i തന്നെ ആയിരിക്കും. ഓ നമ്മളൊരു 3/3 മെട്രിക്സ് എടുത്ത് നോക്കുക. 0 അല്ലെങ്കിൽ 3 2 1 4 3/2 അല്ല 2/2 എടുത്ത് നോക്കാം. അതിന് ഞാൻ എന്ത് ചെയ്യാണ്? അതിന് കറസ്പോണ്ടന്റ് ആയ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുകയാണ്. ആര്? 1 0 0 1. ഈ ചെയ്ത് നോക്കുന്നതും ഇത് എന്താണ് 1 0 0 1നെ 3 2 1 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ ഐ ആണ് നമ്മൾ എന്ത് പറയുന്നത് അഡിറ്റീവ് അല്ല മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഈ മൂന്നുമാണ് ഇത് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 3 പ്രോപ്പർട്ടീസ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ഒന്ന് ചെയ്തു നോക്കുക. ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ മുഖാന്തരം നമുക്ക് പരിഹാരം കണ്ടെത്താവുന്നതാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എക്സാമ്പിളുകളെല്ലാം എന്ത് ചെയ്യുക ചെയ്തു നോക്കുക. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക്കാണ്. ട്രാൻസ്പോഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോഴ്സ് വളരെ സിമ്പിൾ ആണ്. എ എന്ന് പറയുന്ന ഒരു 3/2 മെട്രിക്സ്. എ എന്ന് പറയുന്ന ഒരു 3/2 മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോഴ്സ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ ട്രാൻസ്പോഴ്സ് അല്ലെങ്കിൽ എ എന്താണ് റൈസ് ടു ടി എന്ന് പറയുന്ന എ ട്രാൻസ്പോഴ്സ് അല്ലെങ്കിൽ എ ഡാഷ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എ ട്രാൻസ്പോഴ്സ് അല്ലെ? അപ്പോ ഈ എ ട്രാൻസ്പോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? ഇവിടെ എഴുതിയേക്കുന്ന റോകളെ എന്താക്കുക? കോളങ്ങളായിട്ട് മാറ്റി എഴുതിയാൽ മതി. അതായത് ഇവിടെ ഒരു 3/2 ഓർഡറുള്ള മെട്രിക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോഴ്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായി മാറും? 2/3 ആയിട്ട് മാറും. ഇവിടുത്തെ കോളം എല്ലാം ഇവിടെ ആകുമ്പോൾ റോ ആകും, ഇവിടുത്തെ റോ എല്ലാം ഇവിടെ ആകുമ്പോൾ കോളവും ആകും. അത്രയേ ഉള്ളൂ ഇതിന്റെ എന്തെന്ന് പറയുന്നത് ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ജനറലി എങ്ങനെ പറയാം? ഒരു m/n ഓർഡർ മെട്രിക്സിന്റെ ഓർഡർ മെട്രിക്സിന്റെ ട്രാൻസ്പോഴ്സ് എന്ന് പറയുന്നത് എന്ത് ഓർഡറിലായിരിക്കും? n/nth ഓർഡറിലായിരിക്കും. m/nന്റെ n/nth ഓർഡറിൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. എക്സാമ്പിൾ ഇങ്ങനെയാണ്. a is equal to set 3 2 5 6 4 1 1 4 7 3 2 5. ഇതിന്റെ ഓർഡർ നമുക്കറിയാം. എത്രയാണ്? 1 2 3 4 റോസ്. എത്ര കോളംസ്? 1 2 3 4 അല്ല സോറി 1 2 3 3 എന്താ കോളംസും. therefore the order of the matrix A is equal to എന്താണ് 4/3 ആണ്. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഫൈൻഡ് എ ട്രാൻസ്പോഴ്സ്. അല്ലെ? ഈ എ ട്രാൻസ്പോഴ്സിന്റെ എന്താണ്? എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? മെട്രിക്സിന്റെ ട്രാൻസ്പോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? വളരെ സിമ്പിൾ ആണ്. റോ വൈസ് അങ്ങ് എഴുതുക. ഈ റോ എടുത്ത് എന്ത് ചെയ്യുക? കോളമായിട്ട് എഴുതുക. അതായത് 3 2 ഫസ്റ്റ് റോയെ എന്താക്കി മാറ്റുന്നു? കോളമാക്കി 3 2 5. അടുത്ത 6 4 1. അടുത്തത് 1 4 7. അടുത്തത് 3 2 5. പറഞ്ഞ മനസ്സിലായ? അതായത് ഈ R1 ആണ്, സോറി ഈ C1 ആണ് നമ്മൾ ഇവിടുത്തെ ആരെന്ന് പറയുന്നത് R1 അല്ലെ? ഇവിടുത്തെ C1 is equal to ആരാണ്? R1. ഇവിടെ എന്ന് പറയുന്നത് ആരാണ്? C2. ഈ C2 ആർക്ക് തുല്യമാണ്? R2ന് തുല്യമാണ്. അടുത്തത് C3 അതാർക്ക് തുല്യമാണ്? C3 is equal to R3ക്ക് തുല്യമാണ്. ഇവിടുത്തെ ട്രാൻസ്പോഴ്സിന്റെ കേസ് അല്ലെ? എയും എ ട്രാൻസ്പോഴ്സും തമ്മിൽ പരിഗണിക്കുമ്പോൾ. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം. എയും എ ട്രാൻസ്പോഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. എ ഇൻറ്റു എ ട്രാൻസ്പോഴ്സ് അല്ലെ? നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് m/n ഓർഡറിലാണ് അല്ലെ? എ ട്രാൻസ്പോഴ്സ് എന്തായിരിക്കും? n/m ഈക്വൽ അല്ലേ? അപ്പൊ അതുകൊണ്ട് എയും എ ട്രാൻസ്പോഴ്സും എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ
പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രാൻസ്ഫേഴ്സുമായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ആ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എങ്ങനെയാണ്, എ ട്രാൻസ്പോഴ്സ് ദ ഹോൾ ട്രാൻസ്പോഴ്സ്. അതായത് എന്ന് പറയുന്ന ഒരു സെറ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 3/3 അല്ലെങ്കിൽ m/n എന്ന് പറയുന്ന ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോഴ്സ് എടുക്കുകയാണ്. അപ്പൊ ട്രാൻസ്പോഴ്സ് എടുക്കുമ്പോൾ എന്തായി മാറും, അത് n/m. എന്തിനാ, അതിനകത്തുള്ള എലമെന്റ്സിനൊന്നും ഒരു ചേഞ്ചും ഇല്ല, എന്ത് ഓർഡർ മാത്രം മാറുന്നു. എന്താ, റോ കോളം ആവുന്നു, കോളം റോസ് ആയി മാറുന്നു. ദെൻ ഈ കിട്ടുന്ന സാധനത്തെ ഒന്നുകൂടി ട്രാൻസ്പോഴ്സ് ചെയ്താൽ എന്തായി മാറും, തിരിച്ച് m/n. അതായത് തിരിച്ച് m/n വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സെയിം മെട്രിക്സിലോട്ട് തന്നെ മാറും. അതായത് എ ട്രാൻസ്പോഴ്സ് ദ ഹോൾ ട്രാൻസ്പോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായി മാറും, എ ആണ്. എ ട്രാൻസ്പോഴ്സ് ദ ഹോൾ ട്രാൻസ്പോഴ്സ് ഇസ് ഈക്വൽ ടു എ. ദെൻ രണ്ടാമത്തേന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോഴ്സ്. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോഴ്സ് എന്തായി മാറും, എ ട്രാൻസ്പോഴ്സ് പ്ലസ് ബി ട്രാൻസ്പോഴ്സ്. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോഴ്സ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോഴ്സ് പ്ലസ് ബി ട്രാൻസ്പോഴ്സ്. ദെൻ മൂന്നാമത്തേന്ന് പറയുന്നത് കെ ഇൻറ്റു എ ദ ഹോൾ ട്രാൻസ്പോഴ്സ് is equal to k into a transpose എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ where k is any constant. അതായത് k എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇവിടെ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് വരുമ്പോ എന്ത് ചെയ്യുന്നു, ഒരു മെട്രിക്സിനെ എന്ത് k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെ ആര് കൊണ്ട്, k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനും തുല്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ 3, 2, 1, 0 ഇതിന് എന്ത് ചെയ്യാണ്, 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്ത് കിട്ടും നമുക്ക്, ഈക്വൽ ടു 12, 8, 4, 0 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടും അല്ലെ. ദെൻ ഇതിന്റെ ട്രാൻസ്പോസ് എന്തായി മാറും, 12, 8, 4 എന്തായിരുന്നു, 0 ആയിരുന്നല്ലേ, 0. ഇതാണ് ഇതിന്റെ എന്ന് പറയുന്നത് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ 4 എടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കാം. അപ്പൊ 4 into 3, 2 എങ്ങനെ മാറും, 3, 2, 1, 0 അല്ലെ. അപ്പോ നമ്മള് മൾട്ടിപ്ലൈ ആണ്. എങ്ങനെ മൾട്ടിപ്ലൈ, എല്ലാ എലമെന്റിനെ കറസ്പോണ്ടിങ് എലമെന്റ് എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. 12, 4, 8, 0 സെയിം ആയിട്ടല്ലേ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്പോസിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ഫോർ എനി കോൺസ്റ്റന്റ് k into a the whole transpose is equal to k into a transpose. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു കാര്യം, ab the whole transpose, ab the whole transpose is equal to എന്തായിരിക്കും, b transpose into a transpose. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിക്കേണ്ട ഒരു കാര്യമാണ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് ഇവിടെ മാത്രം ഇവിടെ എന്താണ്, അഡിഷന്റെ കേസിൽ സെയിം ആയിട്ട് തന്നെ വന്നു, മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ മാത്രം ചെറിയൊരു ചേഞ്ച് വന്നു. അപ്പൊ അത് എങ്ങനെയാണ് വന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ പ്രോപ്പർട്ടീസിനെല്ലാം ഒരു എക്സാമ്പിളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം.